ജില്ലയിൽ ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും തലപൊക്കുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗുണ്ടാ തലവൻ ആഘോഷ പാർട്ടി സംഘടിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. പിള്ളപ്പാറ സെന്റ് തോമസ് പള്ളിയുടെ കാർ ഷെഡ് കാട്ടാന തകർത്തു. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കുരിയച്ചിറ ജൈവമാലിന്യ പ്ലാന്റിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ കോർപ്പറേഷൻ നീക്കം ചെയ്തു. പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. പറമ്പിക്കുളം ആളിയാർ കരാറിലെ വ്യവസ്ഥ സ്ഥിരമായി ലംഘിക്കുന്ന തമിഴ്നാടിന്റെ പ്രവർത്തികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാർ അടിയന്തര ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ. ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ ലഹരിവേട്ട വീണ്ടും. 80 ലക്ഷം വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഗുണ്ടാ സംഘങ്ങൾ ശക്തിപ്പെടുന്നു. കൊലപാതക കേസുകളിലെ പ്രതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആഘോഷം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം തുടങ്ങി. വിവിധ കേസുകളിലെ പ്രതികളായ 60-ലധികം പേർ കോൾ മേഖലയിൽ മദ്യം വിതരണം ചെയ്ത് ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ആവേശം സിനിമയുടെ റീലുമായാണ് പാടത്ത് പാർട്ടി നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 60-ലേറെ പേർ പാടത്ത് തമ്പടിച്ചു പോലീസ് എത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഏപ്രിൽ അവസാന വാരത്തിലാണ് സംഘം പാടത്ത് ഒത്തുകൂടിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ആക്രമണം. കാർ ഷെഡ് തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പിള്ളപ്പാറ സെന്റ് തോമസ് പള്ളിയുടെ കോമ്പൌണ്ടിൽ കൊമ്പനാന എത്തിയത്. അരമണിക്കൂറോളം പള്ളിപ്പറമ്പിൽ ചുറ്റിത്തിരിഞ്ഞ ആന പിന്നീട് മുൻഭാഗത്തുള്ള കാർ ഷെഡ് തള്ളിമറിച്ചിട്ടു. ഏറെ നേരം കഴിഞ്ഞാണ് ആന തിരിച്ചുപോയത്. സ്ഥിരമായി കാർഷിക വിളകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആനയാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പള്ളി കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിൽ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തി. ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടുകളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലിയിറങ്ങുന്നത്. പ്രദേശത്ത് പുലിയുടെ ആക്രമണം പതിവായിട്ടും വനംവകുപ്പ് അധികൃതർ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ എടുക്കുന്നില്ലെന്ന് നാട്ടുകാർക്കിടയിൽ ആക്ഷേപമുണ്ട്. ജനകീയ പ്രതിഷേധവും സമരവും ഫലം കണ്ടു. തൃശൂർ കുരിയച്ചിറ ജൈവമാലിന്യ പ്ലാന്റിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ കോർപ്പറേഷൻ നീക്കം ചെയ്തു. മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് പ്ലാന്റിൽ അശാസ്ത്രീയമായി തള്ളിയ മാലിന്യങ്ങൾ നീക്കിയത്. മാലിന്യം നിറഞ്ഞതോടെ പ്രദേശത്ത് ജനജീവിതം ദുസ്സഹമാക്കി ഈച്ചശല്യം രൂക്ഷമായിരുന്നു. ഇതോടെ പ്രദേശവാസികളും കോർപ്പറേഷൻ പ്രതിപക്ഷ കൌൺസിലർമാരും സമരപ്രക്ഷോഭങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. TCV ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മാലിന്യം നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ നിർബന്ധിതമായത്. മഴക്കാലം എത്താറായതോടെ മാലിന്യം നിറഞ്ഞ പരിസരം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതേസമയം അശാസ്ത്രീയമായ പ്ലാന്റ് അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്ലാന്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടന്നുവരികയാണ്. മുൻ കളക്ടർ ഗുണവർദ്ധനൻ അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഡേവിഡ് കൊച്ചുവീട്ടിൽ അധ്യക്ഷനായി. ഫാദർ തോമസ് വടക്കൂട്ട്, ഫാദർ ഡെന്നി തലോക്കാരൻ, കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, നിമ്മി റപ്പായ്, ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ, സുനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. പറമ്പിക്കുളം ആളിയാർ കരാറിലെ വ്യവസ്ഥ സ്ഥിരമായി ലംഘിക്കുന്ന തമിഴ്നാടിന്റെ പ്രവർത്തികളിൽ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചാലക്കുടി പുഴയെ ആശ്രയിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലെയും രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് MLA സനീഷ് കുമാർ ജോസഫ് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയെ സംബന്ധിച്ച് ഹ്രസ്വകാലവും ദീർഘകാലവുമായ പരിഹാരമാണ് വേണ്ടത്. കഠിനമായ വേനലിൽ ചാലക്കുടി പുഴയെ നിലനിർത്തുന്നതിന് ഫെബ്രുവരി മാസത്തിൽ കേരള ഷോളയാർ ഡാം നിറയ്ക്കണം. ഇതിനുള്ള അടിയന്തര ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതിനു പുറമെ 30 വർഷം കൂടുമ്പോൾ പറമ്പിക്കുളം ആളിയാർ കരാറിൽ ഭേദഗതി വരുത്താമെന്ന വ്യവസ്ഥ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം ലഭിക്കുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.
സർക്കാർ അടിയന്തര ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പുഴ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന ഉപവാസ സമരത്തിൽ ബെന്നി ബെഹനാൻ MP, ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, ചാലക്കുടി പുഴ സംരക്ഷണ സമിതി ചെയർമാൻ SP രവി തുടങ്ങിയവർ സംസാരിച്ചു. വളരെ കുറവാണ് കരാറിൽ. ആ അനുകൂലമായ ഘടകങ്ങൾ പോലും തമിഴ്നാട് പരസ്യമായിട്ട് ലംഘിക്കുകയാണ്. അപ്പൊ അവര് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അവരുടെ ഡാമുകൾ നിറച്ചു വയ്ക്കുന്നത്. ആ ഡാമുകൾ നിറച്ചു വയ്ക്കുമ്പോൾ വെള്ളം ആ സമയത്തുമാണ്. ശരിക്കും കേരളത്തിലുള്ള 3 ഡാമുകൾ, കേരളത്തിന്റെ അതിർത്തിയിലുള്ള 3 ഡാമുകളുടെ നിയന്ത്രണം തമിഴ്നാടിനാണ്. നമ്മുടെ 38% വൃഷ്ടിപ്രദേശത്താണ്, നമ്മുടെ വൃഷ്ടിപ്രദേശമാണ്. ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ ലഹരിവേട്ട വീണ്ടും 80 ലക്ഷം വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. തിങ്കളാഴ്ച കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്ന് 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹാൻസ ഒറ്റപ്പാലം സ്വദേശിയായ ഉണ്ണികൃഷ്ണന്റെ കാറിൽ നിന്ന് പിടിച്ചിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യുന്ന വൻ ഹാൻസ് ശേഖരം പിടിച്ചെടുത്തത്. പറയന്നൂർ ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ മായന്നൂർ, തീപ്പാറ, അങ്ങല്ലൂർ വീട്ടിൽ അനൂപിന്റെ വീട്ടിലെ കാർ പാർക്കിൽ ഓട്ടോറിക്ഷയിലും ഇന്നോവ കാറിലുമായി സൂക്ഷിച്ചിരുന്ന 9,000 ഹാൻസ് പാക്കറ്റുകളാണ് സംഘം പിടിച്ചെടുത്തത്. അനൂപിനെ കസ്റ്റഡിയിൽ നിന്ന് ചോദ്യം ചെയ്തതോടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് സാധനം ഇയാൾക്ക് എത്തിച്ചു നൽകുന്ന ഒറ്റപ്പാലം സ്വദേശിയായ റഷീദിന്റെ ആൾതാമസമില്ലാത്ത സ്ഥലത്തെ വലിയ ഗോഡൌണിൽ നിന്ന് 1 ലക്ഷം ഹാൻസ് പാക്കറ്റുകൾ പിടിച്ചെടുത്തത്. പോലീസ് പരിശോധന നടത്തിവരുന്ന വിവരത്തെ തുടർന്ന് പ്രതി റഷീദ് മുങ്ങുകയായിരുന്നു. അപ്പോൾ ഏകദേശം 1 കോടി രൂപയോളം വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ ആദ്യത്തെ സംഭവമാണ്. ഇത്ര വലിയൊരു രീതിയിലുള്ള ലഹരി വേട്ട ഈ പ്രദേശത്തുകാർ മുഴുവൻ എത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ പോലീസിൻ്റെയും അതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ അഭാവമാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നാട്ടിലെമ്പാടും വർദ്ധിച്ചിരിക്കുന്നത്. ചെറുതുരുത്തി ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സബ് ഇൻസ്പെക്ടർ DS ആനന്ദ്, സബ് ഇൻസ്പെക്ടർ K വിനു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത, ശ്രീദേവി എന്നിവരടങ്ങുന്ന സംഘമാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. TCV ചെറുതുരുത്തി. പെരുമ്പിലാവിൽ വിദ്യാഭ്യാസ സ്ഥാപനം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. പെരുമ്പിലാവ് കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി എൻട്രൻസ് കോച്ചിംഗ് സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടായ സുമാർ അക്കാദമിയാണ് സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത്. ആക്രമണത്തിൽ കമ്പ്യൂട്ടറുകളും വിദ്യാർത്ഥികളുടെ പഠനരേഖകളും അക്രമി സംഘം നശിപ്പിച്ചു. വേനലവധി കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാനിരിക്കെയാണ് സ്ഥാപനത്തിന് നേരെ ആക്രമണമുണ്ടായത്. ശബ്ദം കേട്ട് സ്ഥാപനത്തിലെ ജീവനക്കാർ എത്തുമ്പോഴേക്കും അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചെറുതുരുത്തിയിൽ വീടിന്റെ മുൻവാതിൽ തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചെറുതുരുത്തി കടവത്ത് വീട്ടിൽ അനൂപിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ചെറുതുരുത്തി SI D ആനന്ദ്, SI K വിനു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ എണീറ്റപ്പോൾ കുട്ടികൾ മദ്രസ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോർ തുറക്കാൻ വന്നതാണ്. വിസ്റ്റ് റൂമിലേക്ക് ഡോറ് ചാരി വെച്ച രീതിയിലാണ് കണ്ടത്. അപ്പോൾ തന്നെ എന്താ പറയുക, ആരോ കയറി ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. വേഗം ഞാൻ പോയിട്ട് അകത്ത് പോയപ്പോൾ അൽമറയുടെ ഡോറ് തുറന്നു കിടക്കണു, ഷെൽഫ് തുറന്നു കിടക്കണു, ഗോൾഡൊന്നും അതിലില്ല, ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗോൾഡ് മാത്രം മൊത്തം എടുത്തിട്ട് പോയിക്കണ്. ഞങ്ങളുടെ റൂമിലത്തെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പത്തിന് അവിടെ നിന്ന് ആൾ വന്നു, ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബസ് സ്റ്റാൻഡ് ലേലം നടപടിയെ ചൊല്ലിയുണ്ടായ ചർച്ചയ്ക്കിടെ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും പ്രതിപക്ഷ കൌൺസിലർ ബിജു സി ബേബിയും തമ്മിൽ വാക്പോര്. ചെയർപേഴ്സന്റെ പരാമർശത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചതോടെ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. പുതിയ ബസ് സ്റ്റാൻഡ് ലേലത്തിൽ നിന്നും ഒന്നാം കരാറുകാരൻ പിൻവാങ്ങിയ സാഹചര്യത്തിൽ രണ്ടാമത്തെ കരാറുകാരന് 22 ലക്ഷം രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത് ശരിയായ നടപടിയല്ലെന്നും വിഷയത്തിൽ റീടെൻഡർ ചെയ്യണമെന്നും പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗം ബിജു സി ബേബി ആവശ്യപ്പെട്ടതിനിടെ ഒന്നാം കരാറുകാരൻ സെക്യൂരിറ്റി തുക തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടി ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന നഗരസഭാ ചെയർപേഴ്സന്റെ ചോദ്യത്തെ തുടർന്നാണ് കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ലക്ഷം രൂപ വർധനവിനാണ് ബസ് സ്റ്റാൻഡ് ലേലം ഉറപ്പിച്ചത്.
പങ്കെടുത്തവരിൽ നിന്നും 1 ലക്ഷം രൂപ വീതം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നഗരസഭ വാങ്ങാറുണ്ട്. ആദ്യ കരാറുകാരൻ ലേലത്തിൽ നിന്നും ഒഴിവായ സാഹചര്യത്തിൽ നഗരസഭാ ചട്ടമനുസരിച്ചുള്ള നടപടിക്രമം പാലിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ കരാറുകാരന് ലേലം ഉറപ്പിച്ചത്. നിക്ഷേപത്തുക മടക്കി നൽകാൻ കരാറുകാരൻ ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന ചെയർപേഴ്സന്റെ ചോദ്യമാണ് കോൺഗ്രസ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ചെയർപേഴ്സന്റെ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ നിന്നുകൊണ്ട് ബഹളം വയ്ക്കുകയും ക്ലർക്കിൽ നിന്നും അജണ്ടകൾ വാങ്ങി കീറിയെറിയുകയും ചെയ്തു. കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. ബിജു സി ബേബിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ഗ്രൂപ്പിസം മറച്ചു പിടിക്കാൻ അനാവശ്യ വിവാദമുണ്ടാക്കുകയാണെന്നും സീതാ രവീന്ദ്രൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചെയർപേഴ്സന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. TCV കുന്നംകുളം. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ മാലിന്യ കൂമ്പാരം, രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷാംഗങ്ങൾ. ചൊവ്വാഴ്ച ചേർന്ന മുനിസിപ്പൽ കൌൺസിൽ യോഗത്തിൽ BJP അംഗം വിജയകുമാരി അനിലനാണ് വിഷയം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം താൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോടൊപ്പം ട്രഞ്ചിംഗ് ഗ്രൗണ്ട് സന്ദർശിച്ചതായും സ്ഥിതി അതീവ ഗുരുതരമാണെന്നും വിജയകുമാരി അനിലൻ ചൂണ്ടിക്കാട്ടി. മാലിന്യങ്ങൾ കൂമ്പാരങ്ങളായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരെയും കാണാനായില്ല. മാസങ്ങളായി മാലിന്യങ്ങൾ ക്ലീൻ കേരള കൊണ്ടുപോകുന്നില്ല. ഇതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായി. മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് മറ്റ് മാർഗങ്ങൾ തേടാൻ നഗരസഭാ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും വിജയകുമാരി അനിലൻ പറഞ്ഞു. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ മാലിന്യ നീക്കം തടസ്സപ്പെട്ടത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും മാലിന്യ നീക്കത്തിന് സമാന്തര മാർഗം തേടണമെന്നും ട്രഞ്ചിംഗ് ഗ്രൗണ്ട് സന്ദർശിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് ആവശ്യപ്പെട്ടു. നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യണമെന്ന് വാർഡ് കൌൺസിലർ കൂടിയായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി ആവശ്യപ്പെട്ടു. കടുത്ത വേനലിലൂടെയാണ് കടന്നുപോകുന്നതെന്നും തീപിടുത്തം പോലുള്ള അത്യാഹിതങ്ങൾ ഒഴിവാക്കാനാണ് നഗരസഭാ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതെന്നും ജിഷ ജോബി പറഞ്ഞു. നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യം കൊണ്ടുപോകാൻ ക്ലീൻ കേരള തയ്യാറാകാത്ത സാഹചര്യത്തിൽ മറ്റ് സ്വകാര്യ കമ്പനികളുടെ സേവനം ലഭ്യമാകുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ ജീവനക്കാരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹെൽത്ത് സൂപ്പർവൈസർ ഇക്കാര്യത്തിൽ അവലോകനം നടത്തുമെന്നും സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം അടിയന്തരമായി ആരംഭിക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, പെട്ടെന്ന് വെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശങ്ങൾ എന്നിവ തരംതിരിച്ച് 3 വിഭാഗങ്ങളിലായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിൽ. കോർപ്പറേഷൻ പരിധിയിലെ പല ഡിവിഷനുകളിലെയും ഉയർന്ന സ്ഥലങ്ങളിൽ പൈപ്പുകളിലൂടെ കുടിവെള്ളം എത്തിയിട്ട് ആഴ്ചകളും മാസങ്ങളുമായി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ലോറി വെള്ളവും യഥാസമയം കിട്ടാതായതോടെയാണ് ജനങ്ങൾ തീരാ ദുരിതത്തിലായത്. അയ്യന്തോൾ, ചുങ്കം, തൃക്കുമാരക്കുടം, പുതൂർക്കര, പുല്ലഴി, കൂർക്കഞ്ചേരിയിലെ വിവിധ മേഖലകൾ തുടങ്ങി പല ഡിവിഷനുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സൗകര്യം കോർപ്പറേഷൻ ഒരുക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കോർപ്പറേഷന്റെ കുടിവെള്ള വിതരണ വാഹനങ്ങൾ കട്ടപ്പുറത്തായത് കാരണം ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണെന്നും ആരോപിക്കുന്നുണ്ട്. ഇത്തവണ ജില്ലയിൽ ആവശ്യത്തിന് വേനൽ മഴ ലഭിക്കാതായതോടെയാണ് നഗരപരിധിയിലെ ഒട്ടുമിക്ക ജലസ്രോതസ്സുകളും വറ്റിവരണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ ഇടയാക്കിയത്. കോർപ്പറേഷൻ പരിധിയിൽ ഈ മാസം 26-ന് ഡ്രൈ ഡേ ആചരിക്കുന്നതിനും ഡിവിഷൻ തല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് 40,000 രൂപ വീതം നൽകുന്നതിനും കൌൺസിലിൽ തീരുമാനം. ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിയത് കോർപ്പറേഷൻ ഭരണസമിതിയുടെ വീഴ്ചയെന്ന് പ്രതിപക്ഷ വിമർശനം. 55 ഡിവിഷനുകളിലും വാർഡ് തല സാനിറ്റേഷൻ സമിതികൾ വിളിച്ചു ചേർക്കുന്നതിനും ഈ മാസം 20-നകം എല്ലാ ഡിവിഷനുകളിലും 8 ഉപസമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനും മെയ് 26 ഞായറാഴ്ച ഡ്രൈ ഡേ ആയി ആചരിക്കുന്നതിനും കൌൺസിൽ തീരുമാനിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഓരോ ഡിവിഷനിലേക്കും 40,000 രൂപ വീതം നൽകുന്നതിനും പ്രധാനപ്പെട്ട എല്ലാ കാനകളുടെയും തോടുകളുടെയും നീർച്ചാലുകളുടെയും ജലത്തിന്റെ ഒഴുക്ക് കൃത്യമാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിനും മഴക്കാല പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലെടുക്കുന്നതിനായി സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും കൌൺസിൽ തീരുമാനമെടുത്തു. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളും DLR തൊഴിലാളികളും കോർപ്പറേഷന്റെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലാണെന്ന് മേയർ MK വർഗീസ് വിശേഷിപ്പിച്ചു. അതേസമയം മാർച്ച് 16-ാം തീയതിയിലെ സർക്കാർ ഉത്തരവ് കോർപ്പറേഷൻ അവഗണിച്ചതുമൂലം കോർപ്പറേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസമുണ്ടായെന്നും ഇത് കോർപ്പറേഷൻ ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും കൗൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു.
തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം മേയർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് അവഗണിക്കപ്പെടുകയായിരുന്നുവെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. ആദ്യത്തെ വേനൽമഴയ്ക്ക് ശേഷമാണ് റോഡുകളും ഓടകളും വൃത്തിയാക്കുന്നതിന് ശരിയായ സമയമെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി വ്യക്തമാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡിവിഷനുകൾക്ക് നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കുരിയച്ചിറ മാലിന്യ പ്ലാന്റിന് സമീപ പ്രദേശങ്ങളിലെ രൂക്ഷമായ ഈച്ചശല്യം, ശക്തൻ സ്റ്റാൻഡ് പരിസരത്തുകൂടി ഒഴുകുന്ന തോടുകൾ, വഞ്ചിക്കുളം എന്നിവിടങ്ങളിലെ ശുചീകരണം തുടങ്ങിയവ കൗൺസിലിൽ സജീവ ചർച്ചയായി. TCV ന്യൂസ്, തൃശൂർ. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആന്റൺ ഇലനിക്കൽ വചന സന്ദേശം നൽകി. പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഊട്ടുനേർച്ചയിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. 8-ാം തിരുനാൾ അടുത്ത ചൊവ്വാഴ്ച ആഘോഷിക്കും. തൃശൂർ നഗരിയിലേക്ക് ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന തൃശൂർ പൂരം പ്രദർശനം 5 ദിവസം കൂടി നീട്ടി. ഈ മാസം 27 വരെയാക്കി. പ്രദർശന നഗരിയിലെത്തുന്നവരുടെ തിരക്കും വ്യാപാരികളുടെ അഭ്യർത്ഥനയും മാനിച്ചാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. സംഘാടന മികവുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് പൂരം പ്രദർശനം. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 61ാമത്തെ പ്രദർശനമാണ് നടന്നുവരുന്നത്. 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും അവരുടെ പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും ഗുരുവായൂർ ദേവസ്വം പവലിയനും പ്രദർശന നഗരിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൊടൈക്കനാലിന്റെ വശ്യതയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാക്കേവും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവുമെല്ലാം പ്രദർശന നഗരിയിലെത്തുന്നവരുടെ ഇഷ്ടകാഴ്ചകളാണ്. കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 2ാമത്തേതും സൂപ്പർ റിയാലിറ്റി ഡോമായ മൂൺ വാക്കാണ് പൂരം പ്രദർശന നഗരിയിലെ ഇത്തവണത്തെ പ്രത്യേകത. റഷ്യയിൽ നിന്നെത്തിയ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് മൂൺ വാക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനവും അറിവും പകരുന്ന ISRO, കാർഷിക സർവകലാശാല, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ്, ജില്ലാ പഞ്ചായത്ത്, കോടതി, പോലീസ് തുടങ്ങിയവയുടെ നിരവധി പവലിയനുകളും പ്രദർശന നഗരിയിലെ അത്യാകർഷണങ്ങളാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി അമ്യൂസ്മെന്റുകളും ഇത്തവണ കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. പ്രദർശന നഗരിയിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് നിരക്ക് 35 രൂപയാണ്. കൂടാതെ പ്രദർശനം കാണാനെത്തുന്നവർക്കായി ദിവസവും വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. EMS സ്മൃതിയുടെ സംഘാടക സമിതി രൂപീകരണം അയ്യന്തോളിൽ നടന്നു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, CPM ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ MN സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 13, 14 തീയതികളിലാണ് EMS സ്മൃതി തൃശൂരിൽ നടക്കുക. നഗരത്തിന് ശാപമായി തീർന്ന തൃശൂർ അയ്യന്തോൾ പാർക്ക് ഇപ്പോൾ നഗരജീവിതത്തിന്റെ സൗഭാഗ്യമായി മാറുന്നു. നവീകരണത്തിലൂടെ മുഖച്ഛായ മാറിയ പാർക്ക് സന്ദർശകരുടെ പ്രിയ ഇടമാണിപ്പോൾ. പരിസരമാകെ കാട് വളർന്നു. ദേശാടന പക്ഷികളുടേതടക്കം കാഷ്ടം നിറഞ്ഞ നടപ്പാതയും കളി ഉപകരണങ്ങളും ഉപയോഗശൂന്യമായ വേദിയും റൈഡുകളും. ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലെ പാർക്കിന്റെ നിലവിലെ അവസ്ഥയാണിത്. ഇതൊക്കെ പഴയ കഥ. നവീകരണം പാർക്കിനെ ഇപ്പോൾ അടിമുടി മാറ്റി. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകി പൂക്കൾ നിറഞ്ഞ ഉദ്യാനം. പക്ഷിക്കാഷ്ടം പോയിട്ട് വെയിലോ മഴയോ പോലും തലയിൽ വീഴാതിരിക്കാൻ മേൽക്കൂരയിട്ടും തറയിൽ ടൈൽ വിരിച്ചും സുരക്ഷിതവും ശുചിത്വവുമുള്ള നടപ്പാത. പൊട്ടിപ്പൊളിഞ്ഞ കളിയുപകരണങ്ങൾ മാറ്റി സ്ഥാപിച്ചതോടെ കുട്ടികളും ഹാപ്പി. വെള്ളവും വെളിച്ചവും സുലഭം. ഭീതിയകന്ന വൃത്തിയുള്ള പരിസരം. ചിത്രങ്ങൾ കഥ പറയുന്ന വർണ്ണമനോഹരമായ ചുറ്റുമതിൽ. നടത്തവും വ്യായാമവും മാത്രമല്ല, അല്പം ഷട്ടിൽ കളി വരെയാകാം. ഇങ്ങനെ നഗരവാസികളായവർക്ക് മാത്രമല്ല, നഗരത്തിലേക്ക് എത്തുന്നവരെ പോലും ആകർഷിക്കുകയാണ് പാർക്ക്.
കളിയിടങ്ങളും വിനോദ കേന്ദ്രങ്ങളും കുറഞ്ഞ പട്ടണ ജീവിതത്തിന് ഉല്ലാസവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന മുഖ്യ ഇടമാണ് ഇന്നീ പാർക്ക്. അതുകൊണ്ട് തന്നെ തേക്കൻകാട് മൈതാനത്തെ തൃശൂർ കോർപ്പറേഷന്റെ നെഹ്റു പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിനോദത്തിനായി എത്തുന്ന ഇടത്തേക്ക് പ്രഭാത സായാഹ്ന നടത്തക്കാരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. അവധിക്കാലമായതിനാൽ കുട്ടികളുമൊത്തെത്തുന്ന സന്ദർശകരുടെ ഒഴിവുനേരം പൂർണ്ണമായും ഇവിടെയാക്കി മാറ്റിയിരിക്കുകയാണ് പലരും. TCV തൃശൂർ. കേരള എയ്ഡഡ് സ്കൂൾ നോട്ട് ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KR സതീശൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് NV മധു, തൃശൂർ ഈസ്റ്റ് AEO PN ബാലകൃഷ്ണൻ, തൃശൂർ DEO V സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കുള്ള അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. കൂർക്കഞ്ചേരി JEP HSS സ്കൂളിൽ ആരംഭിച്ച അവധിക്കാല ക്യാമ്പ് DPO കോർഡിനേറ്റർ രമേശ് ഉദ്ഘാടനം ചെയ്തു. JEP HSS സ്കൂൾ ഹെഡ്മിസ്ട്രസ് വൃന്ദ അധ്യക്ഷത വഹിച്ചു. VRC ട്രെയിനർ അനൂപ്, മഞ്ജുഷ, ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും തലപൊക്കുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗുണ്ടാ തലവൻ ആഘോഷ പാർട്ടി സംഘടിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണം. പിള്ളപ്പാറ സെന്റ് തോമസ് പള്ളിയുടെ കാർ ഷെഡ് കാട്ടാന തകർത്തു. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കുരിയച്ചിറ ജൈവമാലിന്യ പ്ലാന്റിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ കോർപ്പറേഷൻ നീക്കം ചെയ്തു. പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. പറമ്പിക്കുളം ആളിയാർ കരാറിലെ വ്യവസ്ഥ സ്ഥിരമായി ലംഘിക്കുന്ന തമിഴ്നാടിന്റെ പ്രവർത്തികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ അടിയന്തര ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്ന് VD സതീശൻ. ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ ലഹരിവേട്ട വീണ്ടും. 80 ലക്ഷം വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.